പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് എസ് പുഷ്പലതയെ ക്ഷണിക്കുക. NGO യൂണിയൻ്റെ തിരുവനന്തപുരം സൗത്ത് ജില്ല 32ാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രതിനിധി സഹാക്കളെയും ആദ്യമേ തന്നെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പ്രതിനിധി സമ്മേളന വേദിയിലിരിക്കുന്ന സഹാക്കൾ സഹ ഗോപകുമാർ, സഹാവ് അനിൽകുമാർ, സഹാവ് സജീവ് കുമാർ, സഹാവ് അനിൽകുമാർ സംസ്ഥാന സെൻട്രൽ സഹാവ്, സഹാവ് വിമൽ രാജ് സംസ്ഥാന ട്രഷറർ, സഹാവ് ആശാലത, ഇത്രയും സമയം നമ്മുടെ ഈ നവലിബറൽ നയങ്ങളെക്കുറിച്ചും നവോത്ഥാന ആശയങ്ങളെക്കുറിച്ചും കാർത്തികൻ സാറിൻ്റെ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രസംഗമോ ക്ലാസ്സോ തന്നെ എത്ര കേട്ടാലും മതി വരാത്ത ഒരു ക്ലാസ്സാണ്. എന്തായാലും ബഡ്ജറ്റ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ച് വേഗത്തിൽ ഒന്ന് എഴുന്നേറ്റ് അല്പം ഭക്ഷണവും കഴിച്ച് ഓടി. പ്രസ് മീറ്റിൽ നിന്ന് ഞാൻ നിന്നില്ല, പക്ഷെ അതൊരു വലിയ ഭാഗ്യമായി എന്ന് തന്നെ തോന്നുന്നു. സാറിൻ്റെ ഈ ഒരു വർത്തമാനവും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷത്തോടു കൂടി സാറിനെയും മറ്റെല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യുകയാണ്. NGO യൂണിയൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം നവലിബറൽ നയങ്ങളെ പ്രതിരോധിക്കുന്ന നവോത്ഥാന മൂല്യങ്ങളുടെ അനിവാര്യത. സാറതിൻ്റെ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലായിടങ്ങളിലും എല്ലാ വേദികളിലും 10 പേര് കൂടുന്ന എല്ലാ പൊതു ഇടങ്ങളിലും നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് നവോത്ഥാനത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക്, ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരികൾക്ക്, പൊതുസമൂഹത്തിലെ നമ്മുടെ മക്കൾക്ക് നവോത്ഥാനത്തിൻ്റെ വലിയ മൂല്യങ്ങളെക്കുറിച്ചോ നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ നടത്തിയിട്ടുള്ള പോരാട്ട സമരങ്ങളെക്കുറിച്ചോ വലിയ അറിവോ വലിയ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ എല്ലായിടങ്ങളിലും അത്തരത്തിലുള്ള അറിവ് നേടുന്നതിനും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. അത് നേരത്തെ ഇവിടെ സാറ് പറഞ്ഞു വെച്ചിട്ട് പോയ പല കാര്യങ്ങളും അതിനോട് അടുക്കി പിടിച്ച് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. 1990 കാലഘട്ടത്തിൽ തന്നെയാണ് നവലിബറൽ നയങ്ങളും ആഗോളീകരണവും ഉദാരവൽക്കരണ നയവും ഒക്കെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അന്ന് വരെ നിലനിന്നിരുന്ന നമ്മുടെ ഒരു പൊതുസമൂഹം, ആ പൊതുസമൂഹത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന ഐക്യത്തെയും സ്നേഹത്തെയും പരസ്പര വിശ്വാസത്തെയും പരസ്പര ധാരണകളെയും ഒക്കെ തിരുത്തിക്കുറിക്കുന്ന തരത്തിലാണ് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ തകർച്ചയ്ക്ക് ശേഷം ലോകരാജ്യത്ത് എന്തോ വലിയൊരു പുത്തൻ ആശയം, ഒരു പുത്തൻ വിഷയം അല്ലെങ്കിൽ വലിയൊരു ഉണർവ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നവലിബറൽ നയങ്ങൾ വന്നത്. ആ നവലിബറൽ നയങ്ങൾ വരുമ്പോൾ അതിന് ഏറ്റവും വലിയ വളം വെച്ച് കൊടുക്കുന്ന തരത്തിൽ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അതിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്ന് പറയുന്നത് ഭീകരത തന്നെയാണ്. ഇന്ന് നമ്മളിപ്പോൾ തൊട്ടടുത്ത ദിനങ്ങളിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ നെഞ്ചിനെ, നമ്മുടെ കണ്ണിനെ ഈറനണിയിക്കുന്ന തരത്തിൽ ഭീകരതയുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവസാനം ഈ അമേരിക്കയ്ക്ക് പോലും സാമ്രാജ്യ ശക്തികൾക്ക് പോലും ഇതൊന്നും പിടിച്ചു നിൽക്കാൻ ഉദ്ദേശിച്ച തരത്തിലല്ല ഈ നയങ്ങളാകെ തന്നെ വന്നത്. അങ്ങനെ പിന്നെ മുട്ടുകുത്തേണ്ടുന്ന ഒരവസ്ഥ വന്നു. നവലിബറൽ നയങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമ്മുടെ നാടിനെ ഈ നാടാക്കി നിർത്തുന്നതിന് നമ്മുടെ ഗ്രന്ഥശാലകൾക്കും വായനശാലകൾക്കും ഒക്കെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുടുംബനാഥായങ്ങളിൽ ചെറുപ്പക്കാരൊക്കെ ആയാലും ഒന്ന് ജംഗ്ഷനിൽ ചേർന്ന് നിൽക്കുക, കാര്യങ്ങൾ പറയുക, ഗ്രന്ഥശാലയിൽ പോവുക, വായനശാലയിൽ പോവുക, ആർട്സ് ക്ലബ് ഉണ്ട് ചെറുപ്പക്കാരുടെ, അവിടെ പോയി ഒരു പുസ്തകം എടുക്കുക, വായിക്കുക, പരസ്പര അഭിപ്രായം പറയുക. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആകെ സത്വം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഇടങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ 90 കാലഘട്ടത്തിന് ശേഷം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ ഇടങ്ങളാകെ തന്നെ കുറഞ്ഞു വരുന്നതാണ്. ഗ്രന്ഥശാല സംവിധാനങ്ങൾ ഇന്നിപ്പോൾ എവിടെയെങ്കിലും ചില ഇടങ്ങളിൽ മാത്രമായിട്ട്
അത് പൊതുവിടങ്ങളിൽ ചിലയിടങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വായനയിലില്ല. ഈ നവലിബറലിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ ഒക്കെ തന്നെ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പണ്ട് അച്ഛൻ്റെ അമ്മ, അമ്മാമ്മ, വലിയമ്മ, ചെറിയമ്മ, കുഞ്ഞമ്മ, ഇതെല്ലാം കൂടി ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ പരസ്പരം നല്ല സ്നേഹം, നല്ല ധാരണ, ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്നു ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അതെല്ലാം മാറി. ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ എന്നതിലുപരി ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ട ജീവിതം ഇഷ്ടപ്പെട്ട പങ്കാളിയോടൊപ്പം ജീവിച്ച് തീർക്കാം എന്ന രീതിയിലും ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ വലിയ അപചയം വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോൾ, പണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് പറയുമ്പോൾ ഇപ്പോൾ അത് വേണമായിരുന്നു എന്ന് ചോദിക്കും. എങ്കിലും മുതിർന്ന അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഉള്ള വീടുകളിൽ സന്ധ്യയ്ക്ക് നാമം, ദീപാരാധന, വിളക്കം കത്തിക്കും, നാമം ജപിക്കും. ഒന്നുമില്ലെങ്കിൽ കുറച്ച് തൂത്തൊതുക്കി ഒരു ചട്ടിയിലെടുത്ത് വെച്ച് പോയിക്കുന്നത് നമ്മളിപ്പോൾ പറയും കൊതുക് പോകാനാണെന്നൊക്കെ പറയും. ശരിയായിരിക്കും, ആ ഒരു പരിസര ഒരു ശുചീകരണത്തിനും വൃത്തിക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വീടുകളിൽ വിളക്ക് കത്തിക്കൽ നിർത്തി. ഇന്നിപ്പോൾ പൊതുയിടങ്ങളിൽ റോഡിൽ നിന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി നമ്മുടെ അമ്മമാരും സഹോദരിമാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ പോയി നിന്ന് പൊതുയിടത്തിൽ വിളക്ക് കത്തിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനുള്ളിൽ തീന്മേശയ്ക്കടുത്ത് പോലും ഇരുന്നു കൊണ്ട് കുടുംബങ്ങളായിട്ട് ചർച്ച ചെയ്യാനൊന്നും കഴിയുന്നതില്ല. നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവരിന്ന് ഒന്നിനോടും ഒരു ബോധമില്ലാത്തവർ. ഒരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ആര് വന്നാലും ആര് പോയാലും ആര് ഭരിച്ചാലും എന്ത് സംഭവിച്ചാലും ഈ രാജ്യത്ത് എന്ത് വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന തരത്തിൽ പോകുന്ന നമ്മുടെ കൗമാര ബാല്യങ്ങൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിന്നപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഈ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. ആർക്കും ആരോടൊരു സ്നേഹമില്ല, ആർക്കും ആരോടൊരു അടുപ്പമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു വല്ലാത്തൊരു കെട്ടഴിഞ്ഞ ഒരു ലോകമായിട്ട്, ഒരു കാലഘട്ടമായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വല്ലാത്തൊരു പേടിപ്പിക്കലാണ്, ഒരു ഭയപ്പെടുത്തലാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ ചെറുപ്പക്കാരെ ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന പത്രങ്ങളിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല കുടുംബങ്ങളിലെ ബിടെക്കും എംടെക്കും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കുടുംബ ഇടങ്ങളിലെ മക്കളുകളാണ് അങ്ങനെ വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ പരസ്പരം ചിലപ്പോൾ ചില സമയം കിട്ടുമ്പോൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ നയങ്ങൾ തന്നെയാണ്. കാരണം എങ്ങനെയും സമ്പത്തുണ്ടാക്കുക, എങ്ങനെയും ജീവിക്കുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, ജീവിതത്തെ സംബന്ധിച്ച് ഒരു ചിന്തയുമില്ല, ഒരു അർത്ഥവുമില്ല, ഒരു കാര്യത്തെ സംബന്ധിച്ചും മനസ്സിലാക്കാത്ത തരത്തിൽ പോകുന്ന കുറേ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ ഇതിനെ നമുക്ക് കീറി മുറിച്ചു കൊണ്ട് പോകണം. കാരണം നമ്മുടെ യൂത്തിനെ, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികളെ നമുക്ക് അവരെ നല്ല ദിശയിലോട്ട് കൊണ്ടുവരണം, നല്ല വഴിയിലോട്ട് കൊണ്ടുവരണം. ഈ നവലിബറലും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ തന്നെ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം സ്വാംശിച്ചെടുത്ത കുറേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ നേടിയെടുത്ത ഒത്തിരി നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളാകെ തന്നെ നവോത്ഥാന മൂല്യം പറയുമ്പോൾ തന്നെ കാർഷിക മേഖല പറയാതിരിക്കാൻ കഴിയില്ല, പൊതുമേഖല പറയാതിരിക്കാൻ കഴിയില്ല, പൊതുവിതരണം പറയാതിരിക്കാൻ കഴിയില്ല. ഈ മേഖലകളിലാകെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, ഇത് ഏറ്റവും വലിയ വിഷയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക രംഗത്ത് തന്നെയാണ്. വലിയ വലിയ നാമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നോട്ട് നിരോധനവും GST ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ മാറ്റം എന്താ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുമ്പോൾ, ഭരണാധികാരികൾ കൊണ്ടുവന്നപ്പോൾ വലിയ പുത്തൻ പ്രതീക്ഷയുമായിട്ട് നിന്നുവെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം വലിയ വലിയ 10 രൂപ കിട്ടിയാൽ അതിൽ 9 രൂപ അംബാനിക്കും അദാനിയും പോലെയുള്ള മുതലാളിമാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ ഉദാരവൽക്കരണത്തിൻ്റെയും നവ ലിബറൽ നയത്തിൻ്റെയും ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അതിൻ്റെ ആ 90 ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് വലിയ മുതലാളിമാരുണ്ടായി. അംബാനി ഉണ്ടായി, അദാനി ഉണ്ടായി, റിലയൻസ് പോലെയുള്ള മുതലാളിമാരുണ്ടായി. സാധാരണക്കാരൻ കൂടുതൽ പാവപ്പെട്ടവനും അവൻ്റെ കുടുംബങ്ങളിലെ ഉണ്ടായിരുന്ന ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ ബന്ധങ്ങളിലൊക്കെ തന്നെ ചിത്രത സംഭവിക്കുമ്പോൾ കുറച്ച് വിരലിലെണ്ണാവുന്ന വലിയ കോടീശ്വരന്മാരായിട്ടുള്ള മുതലാളിമാരെ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ നയത്തിൻ്റെ ഏറ്റവും കാതലായിട്ട് ഒന്നാമതായിട്ട് പറയാൻ കഴിയുന്ന വലിയ നേട്ടമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് രാവിലെ നമ്മളൊരു സെമിനാറിലൊക്കെ പങ്കെടുത്തിട്ടാണ് വന്നത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് നമ്മുടെ 3-4 എയർപോർട്ടുകളിൽ ഏറ്റവും അന്താരാഷ്ട്ര നിലവാരത്തിൽ നിൽക്കുന്ന നമ്മുടെ എയർപോർട്ട് അടക്കം അത് വിൽപ്പനയ്ക്ക് വേണ്ടി എല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളും കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരു ഘട്ടം. അപ്പം അത്തരത്തിൽ ഓരോ മേഖലകളും പൊതുമേഖലയാകെ തന്നെ നശിക്കുന്നു. 2008 കാലഘട്ടത്തിലൊക്കെ തന്നെ രാജ്യത്ത് 2018 കാലത്തിൽ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നത്, തലയുയർത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. പൊതുവിതരണം, റേഷൻ കടകളാകെ തന്നെ പൂട്ടപ്പെടുന്നു. സ്ത്രീകൾ, നേരത്തെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ, അത് ഞാൻ അതിലോട്ട് വരാം, സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഇതെല്ലാം
രാജ്യത്ത് ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുടുംബ ഇടങ്ങളിൽ പോലും. ഇപ്പോൾ ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വലിയ മാറ്റമെന്ന് പറഞ്ഞാൽ കേരളം നേടിയെടുത്ത വലിയൊരു നവോത്ഥാന നേട്ടമുണ്ട്. ആ നവോത്ഥാന നേട്ടത്തെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അത് സ്ത്രീയുടെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് നവോത്ഥാന നേട്ടത്തെ പറയാൻ കഴിയുന്നത്. സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള നേട്ടം, സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള നേട്ടം, സ്ത്രീകൾ നേടിയെടുത്തിട്ടുള്ള ആർജവ ശക്തി, അത് തന്നെയാണ് കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളുടെ നവോത്ഥാന നേട്ടത്തിൻ്റെ ഒരേടായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മളൊന്ന് പരിധി നോക്കുമ്പോൾ, ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ, ഈ കേരളം എന്ന് പറയുന്നത് ഇന്നെല്ലാം സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി, അവകാശബോധത്തോടുകൂടി, നല്ല അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ആണിനും പെണ്ണിനും ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ഇഷ്ടപ്പെട്ട വേഷത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്വാതന്ത്ര്യവും നല്ല അവകാശബോധവുമുണ്ട്. 5 മിനിറ്റ് എൻ്റെ മുഖത്ത് തന്നെയായാലും ഒരു 2 മിനിറ്റ് ഒരാൾ, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ സൂക്ഷിച്ചു നോക്കിയാൽ അടുത്ത് ചെന്നിട്ട് എന്തിന് നോക്കിയെന്നോ എന്തിന് നോക്കിയടാ എന്ന് ചോദിക്കാനുള്ള വലിയ അവകാശമുള്ള, വലിയ സ്വാതന്ത്ര്യമുള്ള, സ്ത്രീ സമത്വമുള്ള, അവകാശ സംരക്ഷണ നിയമങ്ങളുള്ള ഈ കേരളത്തിൽ, ഇന്ത്യയ്ക്കാകെ മാതൃകയാകുന്ന ഈ കൊച്ചു കേരളത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു. പക്ഷേ ഈ കേരളം എങ്ങനെയുണ്ടായി? ഇന്ന് കാണുന്ന ഈ കേരളത്തെ പരിവപ്പെടുത്തിയെടുക്കുന്നതിൽ കുറേ നിങ്ങൾ കേട്ടതാണ്, നിങ്ങളൊക്കെ സംസാരിക്കുന്നവരാണ്, നിങ്ങൾ ഇടപെടുന്നവരാണ്. ഈ കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇരുണ്ട അധ്യായം, കേരളത്തിൻ്റെ നമുക്കൊരിക്കലും ഓർക്കാൻ കഴിയാത്ത ആ നാളുകൾ. സ്ത്രീകളെന്ന് പറയുന്നത് ഒരിടങ്ങളിലില്ലാതെ അകത്ത് അടുക്കളയിൽ തൂണിന് മറവിൽ മറഞ്ഞിരുന്ന, അകത്ത് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ അമ്മാവനോ ഒക്കെ തന്നെ കുടുംബത്തിൽ കാര്യം നോക്കുമ്പോൾ, ഗൃഹഭരണം അവർ നോക്കുമ്പോൾ എന്തെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ മറുപടി ഉവന്നോ ഉണ്ടെന്നോ ഒരു മോഡലിലൊതുക്കി തൂണിൻ്റെ മറവിലും അടുക്കളയിലും കഴിഞ്ഞിരുന്ന പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. പെണ്ണുറക്കെ നടക്കരുത്, പെണ്ണുറക്കെ ചിരിക്കരുത്, പെണ്ണുറക്കെ സംസാരിക്കരുത്, ഇങ്ങനെ കുറേ അരുതായ്മകൾ ജാതിയുടെ പേരിൽ, വേഷത്തിൻ്റെ പേരിൽ, വിധാനങ്ങളുടെ പേരിൽ തരംതിരിച്ചറിയാൻ കഴിയുന്ന കേരള സമൂഹത്തിലെ ജനവിഭാഗം. സാർ നേരത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞു. ഇന്നും ഭാഷയുടെ കാര്യത്തിൽ, ഭാഷ സംസാരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ആളുകളെ ഭാഷ വെച്ചുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും. വേഷവിധാനത്തിൽ മുട്ടുതാത്ത് മുണ്ടുകൊടുക്കാൻ കഴിയാത്തവർ, അങ്ങനെ പലതരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന, ഡ്രസ് കോഡ് കൊണ്ട് തന്നെ അവർ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്, ഇന്ന സമുദായത്തിൽപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള വലിയ സമര പോരാട്ടത്തിൻ്റെ ത്യാഗോജ്ജലമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചന്തയിൽ സാധനം വാങ്ങിക്കാൻ പോയ അന്ന് നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അവർ മതം മാറി പോയി പള്ളിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് റൗക്കയിടാം. അല്ലാത്ത നാടാർ വിഭാഗത്തിൽപ്പെട്ട ചാന്നാട്ടികൾ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് റൗക്ക ഇടാൻ പറ്റുകയില്ല, ശരീരം മറയ്ക്കാൻ കഴിയുകയില്ല. അങ്ങനെ മതം മാറാതെ ഒരു റൗക്ക ഇട്ടുകൊണ്ട് ചന്തയിൽ പോയ സ്ത്രീയുടെ മാറിക്കിടന്ന ആ റൗക്കയെ വലിച്ചു കീറി അന്നത്തെ നാട് തമ്പുരാൻ നമ്മൾ ഇന്ന് കൊടി പിടിക്കും പോലെ കൊടിയിൽ ആ റൗക്ക കീറി വലിച്ചു ചുഴറ്റിക്കൊണ്ട് നടത്തിയിട്ടുള്ള വലിയൊരു സമരം. അതായത് ചാന്നാട്ടി സ്ത്രീ റൗക്ക അണിയാൻ പാടില്ല, അതായിരുന്നു ആ നാട്ടുതമ്പ്രാൻ്റെ ആ കാണിച്ച ആ ഒരു പ്രവൃത്തിയുടെ എന്ന് പറയുന്നത്. ഇത് കണ്ടു നിന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം കുറേ പേരുകൾ സാറ് പറഞ്ഞു. അതിൽ കൂടെ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു പേര് തന്നെ അമ്പലപ്പുഴയിലെ വേലായുധ പണിക്കൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ധനാഢ്യനായ ഒരു പ്രമുഖൻ. അദ്ദേഹം അത് കണ്ടുകൊണ്ട് നിന്ന് അങ്ങനെ 10,000-ഓളം വരുന്ന നമ്മുടെ നാടാർ സ്ത്രീകൾക്ക് അവർക്ക് അവരെ മേൽമുണ്ട് അല്ലെങ്കിൽ കുപ്പായം അണിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയൊരു സമരം. പന്തളം ചന്തയിലെ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് അവർണർക്ക് സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെ ഉപയോഗിച്ചുകൂടാ. അവരുടെ കഴുത്തിൽ കല്ലുമാലിയും കാതിൽ വലിയ ഇരുമ്പ് ഒക്കെ അണിഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നതെങ്കിൽ ഒരു സ്ത്രീ പാവം അവർക്കൊരു മോഹം തോന്നി ഒരു കുഞ്ഞു മൂക്കുത്തിയും അണിഞ്ഞ് പന്തളം ചന്തയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സവർണനായിട്ടുള്ള നാട്ടുപ്രമാണി മൂക്കോടുകൂടി ആ മൂക്കുത്തിയെ വലിച്ചെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ലഹളയാണ് മൂക്കുത്തി സമരം എന്ന് പറയപ്പെടുന്നത്. ആ മൂക്കുത്തി
സമരത്തിന്റെ ഭാഗമായിട്ട് അമ്പലപ്പുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന മൂക്കുത്തി ഒരു കൊച്ചു വല്ലത്തിൽ അല്ലെങ്കിൽ കൊച്ചു അരിവട്ടിയിൽ ചെയ്തുകൊണ്ട് മൂക്കുത്തി അണിഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെയും കൊണ്ട് നാട്ടുപ്രമാണിയുടെ ജന്മിത്തമ്പുരാന്റെ വീട്ടിനടയിലോട്ട് നടത്തിയിട്ടുള്ള വലിയ സമരം. കൊല്ലത്ത് വെച്ച സമരത്തെ വളരെ ഭീകരമായിട്ട് ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ എങ്കിലും മൂക്കുത്തി അണിയിച്ച് മൂക്കുത്തി സമരം നടത്തി. മാറുമറക്കൽ സമരം ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ ആ കല്ലുമാലയും ആ ഇരുമ്പ് റിങ്ങും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം. ഈ സമരങ്ങൾക്കെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നത് ഒരിടങ്ങളിലും തങ്കലിപിയിലോ അല്ലെങ്കിൽ പോട്ട മഷി കൊണ്ട് പോലും എഴുതപ്പെടാത്ത നമ്മുടെ നാട്ടിലെ അന്നത്തെ ധീരരായിട്ടുള്ള വനിതകൾ, ധീര നേതാക്കന്മാർ തന്നെയാണ്. മുലക്കരത്തെക്കുറിച്ച് സാറ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും എൻ്റെ മുലയ്ക്ക് കരം കൊടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആലപ്പുഴക്കാരി ധീരവനിത നമ്മുടെ മനസ്സുകളിൽ ഒരു തീജ്വാല പോലെ ജ്വലിച്ചു നിൽക്കുന്ന സഹവ് നങ്ങേലി, അതെന്നും ഒരു ധീര ഓർമ്മയാണ് നമുക്ക്. അത്തരത്തിലുള്ള നങ്ങേലിമാർ നടത്തിയിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് പട്ടിയും പൂച്ചയും സഞ്ചരിക്കുന്ന പൊതുവഴിയിലൂടെ സാധാരണക്കാരന്, ദളിതന്, പാവപ്പെട്ടവന്, അവർണ വിഭാഗത്തിൽപ്പെട്ടവന് സഞ്ചരിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അന്ന് നടന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും തന്നെ നമുക്കറിയാം. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ അവർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ. ആ സമരത്തിന് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, NSSന്റെ പരമോന്നത നേതാവായിട്ടുള്ള ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ അവരുടെ നേതൃത്വത്തിലും വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് ശംഖൂതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ സമരം. ഇങ്ങനെ ശംഖുമുഖത്ത് ആ സമരം സമാപിക്കുമ്പോൾ 10,25,000-ഓളം പേർ ചേർന്നുകൊണ്ട് ശംഖുമുഖം കടൽപ്പുറം ഒരു മഞ്ഞക്കളറായിട്ട് മാറി എന്നാണ് ആ ഐതിഹാസികമായ സമരത്തെക്കുറിച്ച് ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ അവർ നടത്തിയ സമരത്തെക്കുറിച്ച് പറയുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഏകദേശം 5,000-ഓളം ആളുകൾ ഒപ്പിട്ട, അതായത് ക്ഷേത്രത്തിൽ താണജാതിക്കാർക്ക് എല്ലാ വിഭാഗക്കാർക്കും പ്രവേശിക്കണമെന്നും ഇഷ്ടദൈവത്തെ ഒന്ന് തൊഴുതുകൊണ്ട് അവരുടെ സങ്കടവും അവരുടെ വ്യസനവും അവരുടെ വിഷമവും അവരുടെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയൊക്കെ പറയണമെന്നും ക്ഷേത്രത്തിൻ്റെ നടയിൽ സ്ഥാപിച്ചിരിക്കുന്ന തിണ്ടാരിപ്പലക മാറ്റിക്കൊണ്ട് അവിടെ നിൽക്കുന്ന വൃദ്ധേനെ മാറ്റിക്കൊണ്ട് 5 ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ നീ ഏത് ജാതി, നീ ഈഴവനാണെങ്കിൽ മാറി നിൽക്ക്, നീ നായരാണെങ്കിൽ മാത്രം കടന്നു പോയാൽ മതി എന്ന് പറയുന്ന ആ ജാതി സമ്പ്രദായത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് സമരം നടത്തിക്കൊണ്ട് 5,000-ഓളം പേർ ഒപ്പിട്ട ഒപ്പ് അന്നത്തെ ഗൗരി പാർവതിബായി തമ്പുരാട്ടിയുടെ കയ്യിൽ മന്നത്ത് പത്മനാഭൻ അവറുകളുടെ സെക്രട്ടറി കൊണ്ട് കൊടുത്തത്. അതുപോലെ നടത്തിയിട്ടുള്ള ഒത്തിരി സമരങ്ങൾ ശ്രീമാൻ കേളപ്പൻ്റെ നേതൃത്വത്തിൽ, പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ, NGOയുടെ നേതൃത്വത്തിൽ ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള ഒട്ടനവധി സമര പോരാട്ടങ്ങൾ. ഗുരുവായൂർ അമ്പലത്തിൽ സഖാവ് കൃഷ്ണപിള്ള കയറി മണിയടിച്ചതും അദ്ദേഹത്തിൻ്റെ മുതുകിലടിച്ചതും ഒക്കെ തന്നെ നമുക്കറിയാം. അങ്ങനെ ഐതിഹാസികമായ എണ്ണിയാൽ ഒടുങ്ങാത്ത സമരങ്ങൾ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 1938 കാലഘട്ടത്തിൽ അന്നത്തെ പൊന്നു തമ്പുരാൻ ശ്രീ ബാലരാമവർമ്മ, നമ്മുടെ ചിത്രതിരുനാൾ ബാലരാമവർമ്മ, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന്, എല്ലാവർക്കും അമ്പലത്തിൽ കയറി ദൈവത്തെ, ഇഷ്ടദൈവത്തെ, കൃഷ്ണനാണോ ദേവിയാണോ ആരാണോ തൊഴുന്നതിനും ക്ഷേത്രത്തിൻ്റെ നടയിലൂടെ സഞ്ചരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായത്. അതിൻ്റെ 80-ാം വാർഷികമൊക്കെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ റീസെൻ്റ് നാളുകളിലാണ് നമ്മളതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഇതൊന്നും തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്താണ് നവോത്ഥാനം അവരാലോചിക്കുകയാണ്. എന്താണ് നമ്മുടെ നാട് നേടിയെടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്ത്. അയ്യങ്കാളി, മഹാനായ അയ്യങ്കാളി പഞ്ചമിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഊരുട്ടമ്പലത്ത് സ്കൂളിൽ പോയി നിന്നുകൊണ്ട് മറ്റു ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന ബെഞ്ചിലിരുത്തി പഞ്ചമിയെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജാതി മേധാവിത്വം, അന്നത്തെ നാട്ടുപ്രമാണിമാർ, അന്നത്തെ തമ്പുരന്മാർ നടത്തിയിട്ടുള്ള വലിയ സമരം ഇന്നും അവിടെ കത്തിച്ച ബെഞ്ചിന്റെ അവശിഷ്ടമുണ്ട്. ഇന്ന് നമ്മുടെ ജനാധിപത്യ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി, ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം പ്രവേശനോത്സവം പഞ്ചമിയെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ സ്കൂളിൽ വെച്ചാണ് നടത്തിയത്. അന്ന് അയ്യങ്കാളി നടത്തിയ ഐതിഹാസിക സമരം കണ്ടപ്പോൾ അന്നത്തെ നാട്ടുതമ്പ്രാന്മാർ പറഞ്ഞത് ഇവിടെ ഇരുന്ന് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അയ്യങ്കാളി നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിലങ്ങളിൽ നാളെ മുതൽ ഞങ്ങളുടെ കർഷക തൊഴിലാളി പണിക്കിറങ്ങുകയില്ല, സമരം തന്നെയാണെന്ന് പറയുന്ന ആദ്യത്തെ കേരള ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഏറ്റവും ആദ്യത്തെ കർഷക സമരം എന്ന് പറയുന്നത്.
എന്നിട്ട് ജന്മിത്തമ്പുരാന്മാരുടെ നടയിലൂടെ വില്ലുവണ്ടിയും എടുത്ത് തലയിൽ കെട്ടും കെട്ടി അയ്യങ്കാളി നടത്തിയിട്ടുള്ള ഒരു ഐതിഹാസികമായ വില്ലുവണ്ടി യാത്ര. അതെന്ന് പറയുന്നത് അന്നത്തെ ആ തമ്പ്രാന്മാരുടെ അന്നത്തെ ആ നാടുവാഴി വ്യവസ്ഥയെ, അന്നത്തെ ആ ജാതി വ്യവസ്ഥയെ ഏറ്റവും കിടുകിടെ വിറപ്പിക്കുന്ന തരത്തിലാണ് അന്ന് അയ്യങ്കാളി, മഹാനായ അയ്യങ്കാളി നടത്തിയിട്ടുള്ള ആ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. അതിൻ്റെയും ആഘോഷങ്ങൾ നമ്മൾ ഈ ഇടയ്ക്കാണ് നടത്തിയത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഞാൻ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടം എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നില്ല. പക്ഷെ ഓരോ ഏടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആണിനും പെണ്ണിനും, ആൺകുട്ടി പഠിച്ചാൽ മതി, അവനാണ് വീടിൻ്റെ സമ്പത്ത് കൊണ്ടുവരുന്നവൻ, പെൺകുട്ടി അടുക്കളയിൽ കഴിയട്ടെ, അന്യൻ്റെ അടുക്കളയിൽ പോകേണ്ടവളാണ് എന്നുള്ള ആ ഒരു പഴയകാല മാമൂൽ തീരുമാനം, അതിനെ തിരുത്തി കുറിക്കുന്നതിന് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ VMSന്റെ ഗവൺമെൻറ് കേരളത്തിൽ ആദ്യം പുരോഗമന നായകന്മാരും അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരും ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പറഞ്ഞെങ്കിലും ആ കാര്യങ്ങൾ കുറേ നമുക്ക് നടപ്പിലാക്കി എടുക്കാൻ കഴിഞ്ഞെങ്കിലും അതിനൊരു നയങ്ങളും തീരുമാനങ്ങളും ഉണ്ടായി എന്ന് പറയുന്നത് 1957 VMന്റെ ആദ്യമായിട്ട് ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് കർഷക തൊഴിലാളിക്ക് പണിയെടുക്കുന്നവന്, ചേറിൽ പണിയെടുക്കുന്നവന് രാവിലെ ജന്മിയൊന്ന് എഴുന്നേറ്റ് മുഖം ഒന്ന് വാടിയാൽ നീ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഭാര്യയെ പിടിച്ച് കെട്ടുമെടുത്ത് കുട്ടിയെയും പിടിച്ച് ഇറങ്ങേണ്ടുന്ന അവസ്ഥയാണെങ്കിൽ അച്ഛൻ മരിച്ചാൽ, ബാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ കുഴിച്ചു മൂടാൻ ഒരു തുണ്ട് ഭൂമിയില്ലായിരുന്ന കർഷക തൊഴിലാളിയെ 10 സെന്റിന്റെയും 5 സെന്റിന്റെയും ജന്മിയാക്കിക്കൊണ്ട് ഭൂപരിഷ്കരണ നിയമവും കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് 57 VMന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. ജന്മിയുടെ അല്ലെങ്കിൽ യജമാനൻ്റെ അല്ലെങ്കിൽ നടത്തുന്ന മാഷിൻ്റെ, ആ സ്കൂൾ നടത്തുന്ന മാനേജറുടെ വീട്ടിൽ പോയി കുട്ടിയെ കുളിപ്പിച്ച് വാഴയ്ക്ക് വെള്ളം ഒഴിച്ച് അവിടെ ചൊറിഞ്ഞു നിന്ന് അങ്ങനെയാണ് അധ്യാപകനായിരുന്നെങ്കിൽ അവനോട് മുണ്ടശ്ശേരി മാസ് പറഞ്ഞു, മര്യാദയ്ക്ക് നീ സ്കൂളിൽ പോയി പഠിപ്പീര് എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകനെ സ്കൂളിലയച്ച് കുട്ടികളെ പഠിച്ച് അങ്ങനെ 10ാം തരം വരെ ആൺകുട്ടിയും പെൺകുട്ടിയും സൗജന്യമായിട്ട് പഠിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ ഐതിഹാസികമായ വിദ്യാഭ്യാസം വന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വലിയ മാറ്റം എന്ന് പറയുന്നത്. അതിനുശേഷം സ്ത്രീ എന്ന് പറയുന്ന ഒരു നേഴ്സോ ടീച്ചറോ ആണ് സ്ത്രീയുടെ മുഖമുദ്രയെങ്കിൽ അതാകെ മാറ്റിമറിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഗവൺമെൻറ് VK നായനാരുടെ ഗവൺമെൻറ് വന്നപ്പോൾ വീണ്ടും വിദ്യാഭ്യാസ രംഗത്ത് സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് +2 അടക്കമുള്ള സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് വന്നിട്ടുള്ള നിയമങ്ങൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒത്തിരി നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഒക്കെ തന്നെ ഭാഗമായിട്ട് പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്നതിന്, ദൈവത്തെ തൊഴുന്നതിന്, പൊതുവായിട്ട് അഭിപ്രായം പറയുന്നതിന് ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള മാറ്റവും അവൻ്റെ ശരീരം മറച്ചു നടക്കുന്നതിനൊക്കെ തന്നെ നേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തോടും ഒപ്പം തന്നെ 57 തൊട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റുകൾ നമുക്ക് നേടിത്തന്നിട്ടുള്ള 1990 കാലഘട്ടം ഞാനൊരിക്കലും മറക്കുകയില്ല. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സഹാക്കളും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം 1987 ആദ്യത്തെ 13ാം പാർട്ടി കോൺഗ്രസ്സിൽ റെഡ് വളണ്ടിയറായിട്ട് തുടങ്ങിയ ആളാണ് ഞാൻ, ബാലസംഘം മുതൽ. പക്ഷെ അതിനുശേഷം ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഏട് എന്ന് ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് 90ലെ സാക്ഷരതാ പ്രസ്ഥാനമാണ്. 90% വരുന്ന നമ്മുടെ നാട്ടിലെ അമ്മമാർ, സഹോദരിമാർ കുടുംബത്തിനുള്ളിൽ ഒന്നും അറിയാതെ, ആയെന്നറിയാതെ, അമ്മയെന്നറിയാതെ, സ്വന്തം പേരെഴുതാൻ അറിയാതെ, ബസ്സിൻ്റെ ബോർഡെന്ന് വായിക്കാൻ അറിയാത്ത തരത്തിൽ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം. അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് അവരെ ആകെ തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അക്ഷരം പഠിപ്പിക്കാൻ, പഠിപ്പിക്കാൻ, അമ്മ പഠിപ്പിക്കാൻ, ഒപ്പിടാനൊക്കെ തന്നെ പഠിപ്പിച്ച കാലഘട്ടം. അതാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റമെന്ന് നമ്മൾ പറയും. അതിനുശേഷം വലിയ മാറ്റമുണ്ടായി 96-97 കാലഘട്ടത്തിലെ ജനകീയ ആസൂത്രണ പ്രവർത്തനം. ഇന്ത്യ ഭരിച്ച മഹാരഥന്മാരെല്ലാം സ്വപ്നം കണ്ടെങ്കിലും 73-74 ഭേദഗതിയോടുകൂടി ജനകീയ ആസൂത്രണ പ്രവർത്തനം നടത്താൻ അന്നും ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി VK നായനാർ, അന്ന് 95-ൽ ഏറ്റവും ആദ്യമായിട്ട് ജീവിതത്തിൽ ജനപ്രതിനിധിയായ ആളാണ്. അന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ മേയർ കുട്ടി 16 കോടി രൂപയാണ് ആദ്യമായിട്ട് നഗരസഭയിൽ വികസനത്തിന് തന്നത്. ത്രിതല പഞ്ചായത്തുകളിൽ വികസനത്തിന് കൊടുത്തപ്പോൾ നമ്മുടെ മഹിളാ നേതാക്കൾ അടങ്ങിയ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞത് അതിൽ 10% വീട്ടിനുള്ളിൽ, നമ്മൾ നേരത്തെ അക്ഷരം പഠിപ്പിച്ച വീട്ടിനുള്ളിൽ കഴിയുന്ന അമ്മമാരുടെ, സഹോദരിമാരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് പറഞ്ഞു. ഞാനന്ന് വനിതാക്ഷേമത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ എല്ലാത്തിൻ്റെ ചെയർമാൻ, മേയറും വൈസ് ചെയർപേഴ്സൺ, കൗൺസിലർമാരും വന്നു.
അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ 16 കോടിയുടെ 10 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വലിയ എമൗണ്ട് വരും. എന്ത് ചെയ്യും? പിന്നെ അവസാനം സീമറ്റിച്ചിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്ന് അതിൻ്റെ പ്ലാനിംഗ് ബോർഡ് മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ പഠിച്ചുകൊണ്ടാണ് അന്ന് നഗരസഭയും പഞ്ചായത്തും ഒക്കെ വെച്ചത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ. 10, 20, 15 അടുത്തടുത്ത് താമസിക്കുന്ന അമ്മമാർ, സഹോദരിമാർ കൈകൊട്ടി വിളിച്ചാൽ എത്തുന്നവർ ചേർന്നുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു. സെക്രട്ടറി എടുത്തു, പ്രസിഡന്റിനെ എടുത്തു, 3 കമ്മിറ്റി മെമ്പേഴ്സിനെ എടുത്തു, 5 പേരടങ്ങുന്ന കമ്മിറ്റി എടുത്തു. സെക്രട്ടറി പ്രസിഡന്റും അക്കൗണ്ട് തുടങ്ങണം. വലിയ സാഹസപ്പെട്ട ജോലിയായിരുന്നു. കാരണം അന്ന് 51 വാർഡേ ഉള്ളുവെങ്കിലും ഇതിനെയൊക്കെ വിളിച്ചു കൂട്ടാൻ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളത്രയും പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ എപ്പോഴും ഓർക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിരുന്നു. കുറേ ഇടങ്ങളിൽ സീമ ടീച്ചർ വന്നു, നമ്മുടെ മഹിളാ നേതാക്കൾ വന്നു, ഒക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് ആദ്യമായതുകൊണ്ട് ഈ ഫണ്ട് ചെലവഴിക്കണമല്ലോ, അവർക്ക് അങ്ങോട്ടാണ് പൈസ കൊടുത്തത്. 10 പേർക്ക് 7,000 രൂപ, 10 പേർക്ക് 5,000, 15 പേർക്ക് 7,500, ഏറ്റവും അവസാനം 10,000, 20 പേരുള്ള കമ്മിറ്റി. അങ്ങനെ കൊടുത്തുകൊണ്ട് സ്വയം തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ കേരളത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ ഏകദേശം 55 ലക്ഷത്തോളം സഹോദരിമാർ കുടുംബശ്രീ സംവിധാനത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ മാതൃകയെന്ന് തൊട്ട് കാണിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്നത്തെ കുടുംബശ്രീ സംവിധാനം മാറിയിരിക്കുന്നു. അപ്പം അത്തരത്തിൽ 96-97 ആ വലിയ മാറ്റവും ഏറ്റവും വലിയ മാറ്റം തന്നെയാണ്. നമ്മളെ പൊതുയിടങ്ങളിൽ അഭിപ്രായം പറയുന്നവരായിട്ട് ഇന്നൊരു മീറ്റിംഗ് വിളിച്ചാലും ഒരു ആവശ്യത്തിന് നമ്മൾ ബന്ധപ്പെട്ടാലും ഏറ്റവും കൂടുതൽ എത്തുന്നത് നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമ്മമാരും ഒക്കെ തന്നെയാണ്. അങ്ങനെ വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി 96-97 ആ ജനകീയാസൂത്രണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു മാറ്റം വന്നു. സഹ-VS ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 50% സംവരണം വനിതകൾക്ക് ത്രിതല പഞ്ചായത്ത്. അതിൽ വെറും മെമ്പറല്ല, ഡെപ്യൂട്ടി മേയർ, മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. തിരുവനന്തപുരം നഗരസഭ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്. അതിൽ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി കർശനമായിട്ട് വനിതകൾ തന്നെയായിരിക്കണം ചെയർപേഴ്സൺസ്. പഞ്ചായത്തിലൊക്കെ അങ്ങനെ തന്നെ. ഇത്തവണ മേയർ പുരുഷനാണെങ്കിൽ അടുത്ത തവണ മേയർ വനിതയാണ്. ഇപ്പം ഡെപ്യൂട്ടി മേയർ വനിത, അടുത്ത തവണ പുരുഷൻ. അങ്ങനെ അധികാരം കൈയാളുന്നത് വെറുതെ ഒരു മെമ്പറായിട്ട് പോയിരിക്കാനല്ല, അധികാരം കൈയാളുന്നവരായിട്ട് മാറുന്ന തരത്തിൽ വലിയ മാറ്റം, വലിയൊരു കുതിച്ചുചാട്ടം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ, പൊതു ഇടങ്ങളിൽ നമ്മുടെ സഹോദരിമാർ എത്തുന്ന തരത്തിലുണ്ട്. ഇതെല്ലാം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് നിന്ന നേതാക്കന്മാർ സ്വപ്നം കണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, 2-3 വർഷം മുമ്പ് ഒരു സ്ത്രീപക്ഷ കേരളം എന്ന് പറഞ്ഞു. സ്ത്രീപക്ഷ കേരളം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 2 വനിതാ മന്ത്രിമാർ, ശൈലജ ടീച്ചറും മേഴ്സിക്കുട്ടിയമ്മയും. ഏറ്റവും അഭിമാനത്തോടു കൂടിയല്ലേ നമ്മൾ അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്നത്. ഇന്ന് നമ്മുടെ സ്ത്രീകളില്ലാത്ത, നിങ്ങളുമൊക്കെ ഓരോ മേഖലകളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ. ഏറ്റവും കൂടുതൽ നമ്മൾ സെക്ഷൻ എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തൊഴിലിടങ്ങൾ എടുക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ ഏറ്റവും മിന്നുന്ന നല്ല പ്രകടനവും നല്ല പ്രവർത്തനവും നടത്തുന്നത്, ഞാൻ മറ്റുള്ളവരെ കുറച്ച് കാണുകയല്ല, അങ്ങനെ ചിന്തിച്ച് കളയരുത്, വനിതയായിട്ട് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ വനിതാ ഉദ്യോഗാർത്ഥികളല്ലേ, നമ്മുടെ വനിതകളല്ലേ. 15ഓളം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഭരിക്കുന്നത് നമ്മുടെ വനിതാ ഓഫീസറല്ലേ. 35% കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞു, 35% വനിതകൾ, നമ്മുടെ മക്കൾ വനിതാ പോലീസുകളായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബറ്റാലിയൻ അടക്കം. അങ്ങനെ ഒരു സ്ത്രീകൾക്ക് സുരക്ഷിതം കൊടുക്കുന്ന, സ്ത്രീയുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന, കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ എങ്ങനെയാണോ അടുക്കളയ്ക്കുള്ളിലിരുന്ന് സ്വന്തം മാമനോടോ സ്വന്തം അപ്പൂപ്പനോടോ സ്വന്തം അച്ഛനോടോ ഒന്നുറക്ക ഒരു വർത്തമാനം പറയാൻ കഴിയാതിരുന്ന ആ സഹോദരിമാരെ, ആ പഴയ തലമുറയെ, ആ ഒരു 10-200 വർഷം മുമ്പുള്ള ആ തലമുറയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അവരാഗ്രഹിച്ചതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ട്, ഏറ്റവും ഉയരത്തിൽ അഭിപ്രായം പറയുന്നവരായിട്ട്, ഏറ്റവും ഉറക്കെ പറയുന്നവരായിട്ട്, ഏറ്റവും ശക്തമായിട്ട് പൊതുയിടങ്ങളിൽ ഇടപെടുന്നവരായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകളും അമ്മമാരും പൊതുസമൂഹവും മാറിയിരിക്കുന്ന കാഴ്ചയിൽ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു ഭയമില്ല. ഞാൻ മിക്കവാറും ഒരു 9-9:30 വീട്ടിലെത്തുന്ന ആളാണ് യാത്ര. ഞാൻ നേരത്തെ എത്തി എൻ്റെ വീട്ടുകാരടക്കം ചോദിക്കും, ഇന്ന് എന്ത് പറ്റി നേരത്തെ വന്നേന്ന് ചോദിക്കും. കാരണം അത്തരത്തിൽ നമുക്കിത് പൊതുയിടങ്ങളിൽ പ്രവർത്തിക്കാം, പൊതു കമ്മിറ്റികളിൽ പോകാം, പൊതുവായിട്ടുള്ളത് യാത്ര ചെയ്യാം. അങ്ങനെ വലിയ മാറ്റം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ ഇതേ മാറ്റം എല്ലായിടത്തും ഉണ്ടെന്നൊന്നും ധരിക്കേണ്ട. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുമന്ന മണ്ണ്, ഈ നവോത്ഥാനത്തിൻ്റെ മണ്ണ്, ഈ ഇടതുപക്ഷത്തിൻ്റെ മണ്ണ്, അതൊക്കെ ഉള്ളതുകൊണ്ട് ഈ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ NGO യൂണിയൻ ഈ ഒരു വിഷയം വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ആ നമ്മൾ നേടിയെടുത്ത ആ അവകാശത്തെ, ആ നവോത്ഥാന മൂല്യങ്ങളെ, അത് നമ്മുടെ മേലിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള, അത് നവ ലിബറൽ നയത്തിൻ്റെ ഭാഗമായിട്ടായാലും ഭരിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടായാലും എടുക്കുന്ന സ്ത്രീവിരുദ്ധതയും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ എടുക്കുന്ന നിയമവും നയങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇന്നിപ്പോൾ പഴയ കാര്യങ്ങളാകെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പഴയ ജാതി വ്യവസ്ഥ കൊണ്ടുവരികയല്ലേ, മതപരമായ ചടങ്ങുകൾ കൊണ്ടുവരികയല്ല. പണ്ട് നമുക്കറിയാം, നമ്പൂതിരി ഇല്ലങ്ങളിലെ ഏറ്റവും 13 പവനാൽ ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോഴായിരിക്കും അവിടെ വെച്ചായിരിക്കും മാർത്തവം പോലും ആകുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുന്ന 12-13 പേരായിട്ടുള്ള നമ്പൂതിരി ഇല്ലങ്ങളിലെ കൊച്ചു പെൺകുട്ടികൾ, അവർ ആ കെട്ടിയ ആള് 60-70 വയസ്സുള്ള അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളങ്ങ് മരിച്ചു പോയാൽ വീട്ടിൽ വന്ന് മുടിയും മുണ്ടനം ചെയ്ത് വെള്ള വസ്ത്രവും തിരിച്ച് മൊട്ടച്ചിയമ്മ എന്ന പേര് സ്വീകരിച്ച്, നമ്പൂതിരി ഇല്ലത്തെ പറ്റി നിങ്ങൾക്കറിയാം, ഏറ്റവും നീളത്തിലുള്ള വീട്. ആ ഇല്ലത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു നല്ല ചടങ്ങിലും പങ്കെടുക്കാൻ കഴിയാതെ ആ ജന്മം മൊത്തം കഴിയേണ്ടിയിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ പെൺമക്കൾ, അവരെ വീട്ടിൽ പട്ടത്തിരിപ്പാടെന്ന് പറഞ്ഞ മഹാനായ നേതാവ് അവരെ സംഘടിപ്പിക്കുകയും അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ അടുക്കളയിൽ ഈ പുകയും ഈ ഓട്ടുവളകളും ഈ ഘോഷയും മാറ്റി നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ വരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടുമല്ലോ, നമ്മുടെ സഹോദരങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുറത്തിറങ്ങിയ ആ പെൺമക്കൾ, ആ പെൺകുട്ടികൾ വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വിധവാ വിവാഹമടക്കം നടത്തിയിട്ടുള്ള വലിയൊരു മാറ്റം. സതിസമ്പ്രദായം നിലനിന്നിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, ഭാര്യ മരിച്ചാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിലെടുത്ത് ചാടിയില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെടുത്ത് പിടിച്ച് ചാടിക്കുകയും ചെയ്യും. അതിനെതിരെ ഐതിഹാസികമായ സമരങ്ങൾ നടത്തിയില്ലേ അത് നിർത്തലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിനകം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളല്ലേ ഈ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ആദ്യം എഴുതിയ നോവൽ തൊഴിലിടങ്ങളിലേക്ക്, തൊഴിൽ കേന്ദ്രത്തിലേക്ക് സ്ത്രീകൾ ഏറ്റവും ആദ്യമായിട്ട് എഴുതിയ നോവലും ആദ്യമായിട്ട് വായിക്കപ്പെട്ടതുമായിട്ടുള്ള, നമ്മളിപ്പോഴും വായിച്ചു നോക്കേണ്ടതായിട്ടുള്ള അങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ, സ്ത്രീകൾ ചെറിയ തയ്യലിനും മറ്റുമൊക്കെ പോയി തുടങ്ങിയ വലിയ മാറ്റം. അങ്ങനെ നമ്പൂതിരി ഇല്ലങ്ങളിലും വലിയ മാറ്റം വന്നു. ഒരു കഥ എഴുതാനും അഭിനയിക്കാനും പൊതു കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ തുടങ്ങിയ മാറ്റങ്ങൾ, അതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അന്ന് സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ തന്നെ ഏറ്റവും വലിയ അവകാശികൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഇന്ന് മാറി, നമുക്കതിനെപ്പറ്റി അറിയാം. ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പോകുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ ഈ നവലിബറൽ നയത്തിൻ്റെ ഭാഗമായാലും ആഗോളീവൽക്കരണത്തിൻ്റെ ഭാഗമായാലും ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായാലും പഴയ കാര്യങ്ങളെ ആകെ തന്നെ തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ, പെണ്ണെന്ന് പറഞ്ഞാൽ 7 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം, വീട്ടിനകത്ത് കയറിയിരിക്കണം, പെണ്ണിൻ്റെ കടമയെന്ന് പറയുന്നത് നല്ല കുടുംബിനിയായിട്ട് കഴിയുക എന്നുള്ളതാണ്, ഭർത്താവിനെയും കുടുംബത്തെയും നല്ല ആഹാരമൊക്കെ വെച്ചു കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. വീരപ്രസവിനി അവാർഡ് അടക്കം, അതായത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന, വെറും പ്രസവമല്ല ആൺമക്കളെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വീരപ്രസവിനി അവാർഡ് അടക്കം കൊടുക്കണമെന്നാണ് കേന്ദ്രത്തിലെ നിങ്ങളെ ഭരിക്കുന്ന BJPയുടെ RSSൻ്റെ അവസാന നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പറയുന്നത്. ഇടയ്ക്ക് ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു, നിങ്ങളൊക്കെ കണ്ടു കാണും കേട്ട് കാണും. ഒന്ന്, കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി പോയാൽ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നണ്ട, ഭർത്താവിൻ്റെ മുഖത്ത് നോക്കരുത്, കാമം, ക്രോധം, സ്നേഹം എല്ലാം മാറ്റിവെച്ച് വലിയൊരു ഹാളിലിരുന്ന് ചുമർചിത്രങ്ങളൊക്കെ വരച്ച് നല്ല സ്തോത്രമൊക്കെ പറഞ്ഞ് TV-യിൽ കാണിക്കുന്ന മറ്റേ കുടുകുട കളിക്കുന്ന പതഞ്ജലി സ്വാമിയുടെ കടയിൽ പോയി വെള്ള ഡപ്പിയിൽ വെള്ള ക്യാപ്സ്യൂൾ വാങ്ങിച്ച് രാവിലെ ഒന്ന് രാത്രി ഒന്ന് കഴിച്ചാൽ നല്ല വെളുത്ത് തുടുത്ത പുത്രന്മാർ ജനിക്കും എന്നാണ് ആയുഷ് മന്ത്രാലയം പറഞ്ഞത്. നമ്മളൊക്കെ അന്ന് സമരത്തിന് പോയവരാണ്. അതിനെതിരെ ഇപ്പോൾ ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു 6 മാസത്തെ, എങ്ങനെ നല്ല മരുമകളാവാം. വീട്ടിൽ പോയാൽ അമ്മായിയപ്പനെ എങ്ങനെ ശുശ്രൂഷിക്കണം, അമ്മായിയമ്മ എങ്ങനെ ശുശ്രൂഷിക്കണം, ഭർത്താവിനെ എങ്ങനെ ശുശ്രൂഷിക്കണം, അങ്ങനെ മനുസ്മൃതി പറയുന്ന ആ കാലഘട്ടത്തിലോട്ട് ഈ നവലിബറൽ നയത്തിൻ്റെ, ഈ പുത്തൻ നയത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീയെ പഴയ രൂപത്തിൽ, പുതിയ വീഞ്ഞിനെ പഴയ കുപ്പി എന്ന് പറയുമ്പോൾ പുതിയ സ്ത്രീയെ, പൊതുയിടത്തിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, പൊതുയിടത്തിൽ ഇടപെടുന്നവരെ, അവകാശബോധത്തോട് ജീവിക്കുന്നവളെ, അധികാരബോധത്തോട് ജീവിക്കുന്നവളെ, മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസും എല്ലായിടങ്ങളിലും നന്നായിട്ട് നിൽക്കുന്ന ഈ പൊതുസമൂഹത്തെ, പൊതുസമൂഹം എന്ന് പറയുമ്പോൾ പുരുഷനും ഉള്ളതാണ്, പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവൾ സ്ത്രീ തന്നെയാണെന്ന് ഭരണാധികാരി വർഗത്തിനും അറിയാം. അങ്ങനെ അവളെ അകത്തോട്ട് തളച്ചിടാൻ, അടുക്കളയിലാക്കുന്നതിനുള്ള നയങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനങ്ങളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 6 മാസത്തെ കോഴ്സ് അടക്കം വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല, നല്ല മരുമകളാകാനുള്ള. അപ്പോൾ ഒരു പെണ്ണിൻ്റെ കടമയെന്ന് പറയുന്നത് കല്യാണം കഴിയുക, കുട്ടികളെ പ്രസവിക്കുക, നല്ല മരുമകളാകുക, അമ്മായിയമ്മയും അമ്മായിയച്ഛനെയും ഭർത്താവിനെ നോക്കുക എന്നുള്ള ആ പഴയ മാമൂലിലോട്ട് തന്നെയാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ യൂത്ത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് വേറെ ഒന്നിനെ പറ്റിയും ചിന്തയില്ല. അവരിങ്ങനെ ഒരു മൊബൈൽ കിട്ടിയാൽ അവരുടെ ജീവിതമായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയാൽ അവരുടെ ജീവിതമായി. പക്ഷെ ഇതാകെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പൊതു ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ഗ്രന്ഥശാലയിൽ പോകാത്തവർ, വായനശാലയിൽ പോകാത്തവർ, നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ ഇടപെടാത്തവർ, പക്ഷെ നമ്മൾ അമ്പലങ്ങളിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തെല്ലാം തന്നെ ഈ കൂട്ടങ്ങളെ കാണാൻ കഴിയും. പഴയ അന്ധവിശ്വാസങ്ങളെ ആകെ തന്നെ കൊണ്ടുവരുന്നത് എന്തിനാ? ദേവദാസി സമ്പ്രദായത്തിനടക്കം സമരങ്ങൾ ഇപ്പോൾ നമ്മൾ ദേവദാസി ആവുക എന്നുള്ളത് ഒരു പെണ്ണ് ജനിച്ചാൽ അവളുടെ കടമ എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതടക്കം തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള നയങ്ങൾ, സതി സമ്പ്രദായത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ആലോചിച്ച് കൂട്ടുകയും അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ നവോത്ഥാന മൂല്യങ്ങളെ ഒക്കെ തന്നെ അതങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് പോകണമെന്നും ഈ വരുന്ന നയങ്ങളെ ചേർത്ത് നിർത്തും. ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആർത്തവത്തെക്കുറിച്ചാണ്. ആർത്തവത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് അതെല്ലാം പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ അങ്ങ് പൊതുയിടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പോകും. ഇവിടെ എന്താ, ലോകമുണ്ടായ കാലം തൊട്ട് ആർത്തവവുമുണ്ട്, സ്ത്രീയുമുണ്ട്, അമ്മയുമുണ്ട്, അമ്മുമ്മയുണ്ട്, കൊച്ചുമക്കളുമുണ്ട്. ആർത്തവത്തിന് കുറേ അനാചാരങ്ങൾ പണ്ട് നിലനിന്നിരുന്നു. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. പണ്ട് ആർത്തവമായ അല്ലെങ്കിൽ ഋതുമതിയായ അതിന് കുറേയൊക്കെ തന്നെ ചില ഇത് വെച്ചിരുന്നു. അങ്ങോട്ട് കിണറ്റിൻ്റെ കരയിൽ പോകരുത്, പിന്നെ തുളസി ചെടികളുടെ അടുത്തൊന്നും പോകരുത്, പ്രത്യേക ഒരു തട്ട്, പ്രത്യേക ഒരു ആകാരം, അങ്ങനെയൊക്കെ ചില കുടുംബങ്ങളിൽ. പക്ഷെ അതൊക്കെ മാറി, കാലഘട്ടം മാറിയപ്പോൾ ഇന്ന് നമ്മുടെ പെൺമക്കളായ നമുക്ക് പോലും അറിയില്ല. അവർ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ഒരു മോള് ഒരു മോൻ അങ്ങനെ നമ്മളങ്ങ് ജീവിക്കുകയാണ്. ഇത് എന്താണെന്ന് പോലും നമുക്കും അറിയില്ല, അവരും ആവുന്നു, അങ്ങ് പോകുന്നു. ആർത്തവത്തിൽ നിന്നും ശരീരഘടനയിൽ ഉണ്ടാകുന്ന രാസപ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം. ആ മാറ്റത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ വിശ്വാസത്തിന്റെ ഭാഗത്തോട്ട് പഠിച്ച് ആർത്തവത്തിനെയും വിശ്വാസത്തിനെയും പറ്റി കൂട്ടിയോജിപ്പിക്കപ്പെടുകയാണ് ഭരണാധികാരി വർഗം. അതിനെ യോജിപ്പിക്കാൻ നോക്കുകയാണ്. ഇന്നലെ വരെ ആർത്തവത്തെ പറ്റി ചർച്ച ചെയ്യില്ല, ഇന്നിപ്പോൾ ആർത്തവത്തെ പറ്റി പറയുന്നു, ആർത്തവത്തിന്റെ അശുദ്ധിയെ പറ്റി പറയുന്നു. എവിടെയാണ് ആർത്തവത്തിന് അശുദ്ധിയിരിക്കുന്നത്? അപ്പോൾ അവരുടെ നയങ്ങൾ സ്ത്രീയെ വീണ്ടും അകത്താക്കാൻ നമ്മൾ നേടിയെടുത്ത ഈ നവോത്ഥാനത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ഓരോ കാര്യങ്ങളെയും, നമ്മളൊരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഓരോ കാര്യങ്ങളെയും പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ചർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് നമ്മൾ കണ്ടത്. ആർത്തവത്തെ സംബന്ധിച്ച് പറഞ്ഞു, അവകാശത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഭക്തിയെ സംബന്ധിച്ച് പറഞ്ഞു, വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞു. വിശ്വാസമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ NGO യൂണിയൻ സമ്മേളനത്തിനൊന്നും ഞാൻ കൈകൊടുക്കാൻ പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 5,1024 മെമ്പർഷിപ്പാണ് തിരുവനന്തപുരം ജില്ലയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനുള്ളത്. ഈ സംഘടനയുടെ ഒരു ജില്ലാ സമ്മേളനം, ഞങ്ങളുടെ ഏരിയ സമ്മേളനങ്ങൾ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 15ാമത് സമ്മേളനം കഴിഞ്ഞു. ആ സമ്മേളനത്തിൽ 100-200 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. പോയി നിന്ന് ചോദിച്ചാൽ ആരെങ്കിലും കൈ ഉയർത്താതിരിക്കുമോ? വിശ്വാസമുള്ളവരുണ്ട്. വിശ്വാസം ഉള്ളപ്പോൾ തന്നെ അയ്യപ്പനെയും ഈ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ബുദ്ധ ദൈവങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ധർമ്മം സംരക്ഷിക്കുന്ന ദൈവം അയ്യപ്പൻ എല്ലാവർക്കും വിശ്വാസമാണ്, ഇഷ്ടമാണ്. ആറ്റുകാലമ്മ നാളെ പൊങ്കാലയാണ്, നമ്മളെല്ലാം അതിൻ്റെ പുറകെ നിൽക്കുകയാണ്. നഗരസഭയും വീട്ടിൻ്റെ തൊട്ടടുത്താണ്, 10 മിനിറ്റ് അതിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നതിന്. ഈ വിശ്വാസത്തെയൊക്കെ മനസ്സിൽ വെക്കുമ്പോഴും നമ്മുടെ സാധാരണക്കാർ, നമ്മുടെ ആളുകൾ ഈ ചുമന്ന കൊടിയെയും വെള്ളക്കൊടിയും ഒക്കെ തന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ വിശ്വാസത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ കൊടിയുടെ പുറകെ വരുന്നത്. ഈ കൊടിയിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടൊപ്പം തന്നെ അങ്ങനെ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും എല്ലാവരും ചേർന്ന് വോട്ടിട്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസികളുടെ വിശ്വാസത്തെയും വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസത്തെയും സംരക്ഷിച്ചു കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷെ അതിനിടയിൽ ചില ചിമുക്ക് പരിപാടികൾ, അതായത് വിശ്വാസം ചില കുറച്ച് ആളുകൾക്കുള്ളത് മാത്രമാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ശബരിമലയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കാണ്. എൻ്റെ അച്ഛൻ പോയിട്ടുണ്ട്, എൻ്റെ മാമൻ പോയിട്ടുണ്ട്. 41 ദിവസമൊക്കെ നല്ല കഠിന വ്രതമൊക്കെ എടുത്ത് കെട്ടൊക്കെ കെട്ടി, മുൻകെട്ടും പിൻകെട്ടൊക്കെ കെട്ടി, ഒരു വർഷത്തെ പാപം തീരാൻ പുറകെയുള്ള കെട്ടിൽ നെയ്ത്തേങ്ങ വെച്ച്, ഫ്രണ്ട് കെട്ടിൽ ഒരു വർഷം ഇനി ഐശ്വര്യം ഉണ്ടാവണം, ജോലി ഉണ്ടാവണം, കുടുംബത്തിന് നല്ലതുണ്ടാവണം എന്ന് പറഞ്ഞ് 2 കെട്ടൊക്കെ കെട്ടി ശബരിമലയിൽ 41 ദിവസം നല്ല വ്രതം എടുത്ത്, അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ പോലും പുറത്തുനിന്നൊക്കെ ആഹാരം കഴിച്ച്, ഫ്രണ്ടിലൊരു പച്ചപ്പന്തലൊക്കെ ഇട്ട് 3 ദിവസം അമ്മ ഉറങ്ങൂല. ചോദിക്കുമ്പോൾ വിളക്കണഞ്ഞൂടാ. വിളക്കണഞ്ഞാൽ അവിടെ പോയവർക്ക് അപകടമാണ്. കാരണം എരുമേലി വഴിയൊക്കെ നടന്നാൽ പോകണം. ഇന്നത്തെ പോലെ സുരേന്ദ്രൻ വരുമ്പോൾ നേരെ പോയി ഇറങ്ങാൻ പറ്റില്ല, വലിയ പാടാണെന്ന് പറയാം. ശരി, അങ്ങനെ അമ്മ 3 ദിവസം ഇരിക്കും. നമ്മൾ 10-12 മണിയുടെ അമ്മയോടെ ഇരുന്ന് നോക്കിയിട്ട് പിന്നെ അമ്മ അവിടെ ഇരിക്കുന്നു, നമ്മൾ വീട് തുറന്നു. അങ്ങനെ ശബരിമലയിൽ 4-ാം ദിവസം വരുന്നവർ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ സമാധാനമില്ല. അന്ന് അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ശബരിമലയിൽ പോയിരുന്നു അങ്ങനെ വിശ്വാസമുള്ളവർ. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ സഭയിലേക്ക് നമ്മളൊരു ജാഥ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. സഹാവ് കഴിഞ്ഞാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു.
അപ്പോൾ സഖാവ് 18-ാം പടിയിലൂടെ അല്ല, വേറെ സൈഡിൽ കൂടെ പോയി ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നോക്കിയിട്ട് വന്നപ്പോൾ കെട്ടി പോണ അയ്യപ്പന്മാരുടെ ചെന്നിട്ട് സഖാവേ ലാൽസലാം എന്ന് പറഞ്ഞു. സഖാവും ലാൽസലാം പറഞ്ഞു. അപ്പോൾ അയ്യപ്പന്തട കമ്മ്യൂണിസ്റ്റുകാർക്ക് ശബ്ദം ലഭിക്കൂടെ? വിശ്വാസമുള്ളവർ പോകുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് പേര് പറഞ്ഞു വരുന്നത് വിശ്വാസം അയ്യപ്പൻ, ആറ്റുകാലമ്മ, മറ്റെല്ലാവരും ഞങ്ങളെ മാത്രമാണെന്നാണ്. ഇതെന്താ ഇവർ വന്നപ്പോഴേ ഇവരെയൊക്കെ കൊണ്ടുവന്നതാണ്. എന്നിട്ട് വിശ്വാസമുള്ളവർ കാണിച്ചത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നി. ഒരു കാവിന് വിളക്ക് കത്തിക്കാൻ പോകുന്ന ഒരു മാമനോ ഒരു മുതിർന്ന അമ്മയോ വിളക്ക് കത്തിച്ചാൽ, കാവിൽ അമ്പലത്തിൽ പോയി കത്തിച്ചാൽ, ആ ഇരിക്കുന്ന മൂർത്തിക്ക്, അവിടെ ഇരിക്കുന്ന ദേവിക്ക്, അവിടെ ഇരിക്കുന്ന ദേവന് വിളക്ക് കത്തിക്കുമ്പോൾ ശാമ്പ്രാണിത്തിൻ്റെ പുക കൊടുക്കുമ്പോൾ ആ ശക്തി കൂടുന്നു എന്ന് പറയും. അമ്പലത്തിൽ പോകുമ്പോൾ ദീപാരാധന നടക്കുമ്പോൾ വിളിച്ച് പറയാറുണ്ട്, ചൂടത്തിടത്തിന് നേരെ നിൽക്കരുത്, നടക്ക് നേരെ നിൽക്കരുത്, മാറി നിൽക്കുമെന്ന് പറയുന്നത് ആ ശക്തി വരുന്നത് കൊണ്ടാണ്. ഇവിടെ ഞാനും നിങ്ങളും കണ്ട് വലിയ വിശ്വാസം പറയുന്ന ഒരു മൂലം തിരിഞ്ഞു നിന്ന് പുറം കാണിച്ചു കൊണ്ട് നിന്ന് അവിടെ ഈ കൊച്ചു പിള്ളേർ സർക്കസ് കാണിക്കുമ്പോൾ 18-ാം പടിയിൽ കൂടെ സർക്കസ് കാണിച്ചത് പ്രസംഗിക്കുന്നു അല്ലേ? എന്നിട്ട് നമ്മളോട് വീണ്ടും പറയുന്നത് വിശ്വാസത്തെ പറ്റി. ഒരു തേങ്ങ പോലും ഇല്ല, ഒരു കെട്ട് പോലും ഇല്ല. തലേ ദിവസം നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണവും കഴിച്ച് പല്ലും കുത്തി 4 മാസമായിട്ട് അമ്മ മരിച്ചിട്ട്, എൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷക്കാലം നമ്മൾ ആറ്റുകാലമ്പലത്തിൻ്റെ ചടങ്ങിലൊക്കെ നമ്മൾ പോകുമെങ്കിലും, ഉത്സവത്തിൽ ബന്ധപ്പെട്ട് പോകുമെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകില്ല. കാരണം അതൊക്കെ ഓരോ ചടങ്ങുകളാണ്. 4 മാസമായിട്ട് പോയിട്ട് നിന്ന് ആൾ വന്നെന്ന് വലിയ വിശ്വാസം നമ്മുടെ അടുത്ത് പറയില്ല. ഈ രാജ്യത്തെല്ലാവരും എന്താ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ്. ഓരോരുത്തരും കാണിച്ചു കൊടുക്കും. പിന്നെ ഒരു സ്ത്രീ, ഞാൻ അവരെ പേരൊന്നും ഇവിടെ പേര് പറഞ്ഞു വന്ന് പ്രസക്തിയൊന്നും ആക്കണില്ല. ഒരു തലയിൽ ഇവിടെ സിനിമ സ്റ്റൈലിൽ കെട്ടി ബാക്കിൽ 1-2 സാധനങ്ങളൊക്കെ വെച്ച് ഒരിക്കൽ നോക്കാം അവർ മേളിൽ നിൽക്കണ കാണാം, ഒരിക്കൽ നോക്കാം താഴെ നിൽക്കണ കാണാം. ഇങ്ങനെ അവരിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് കാണുകയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? വേറെ ചില കൂട്ടർ കൊടിയില്ലാതെ ഇവരുടെ പോയി എന്നിട്ട് പമ്പയിൽ പോയിരുന്നു പോലീസിനോട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പോലീസ് ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. അവസാനം രമേശ് ചെന്നിത്തല കൂട്ടാളിയോട് ബസ് പിടിച്ച് തിരിച്ചു വന്നു. ഇതെല്ലാം ഞാനും നിങ്ങൾ ഇങ്ങനെ കാണുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇന്ന് ഇന്ത്യയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേടിയെടുത്ത നേട്ടത്തെ, നമ്മൾ നേടിയെടുത്ത അവകാശത്തെ, നമ്മൾ നേടിയെടുത്ത സംരക്ഷണത്തെ, ഏറ്റവും കൂടുതൽ വനിതകൾ സംരക്ഷിക്കപ്പെടുന്ന, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും സമാധാനത്തോടുകൂടി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഏകോദര സഹോദരന്മാരെ പോലെ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഈ കൊച്ചു കേരളത്തെ കണ്ടപ്പോൾ RSSനും BJPക്കും കേന്ദ്ര ഭരണാധികാരി വർഗത്തിനും കൂടെ കൂട്ടാൻ കഴിയുന്ന കക്ഷികൾക്കും ഒന്നും തന്നെ പിടിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങൾ കണ്ടത്. ഈ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പഴയ ആർത്തവത്തെ കൊണ്ടുവരുന്നു, പഴയ വിശ്വാസത്തെ കൊണ്ടുവരുന്നു, നാട്ടിലില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, പൊതു ഇടങ്ങളിൽ പോയി നിന്ന് വിളക്ക് കത്തിക്കുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഈ ഒരു പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്യപ്പെട്ടാൽ പോരാ. താഴെയിടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം, നമ്മുടെ യൂണിറ്റുകളിൽ ചർച്ച ചെയ്യപ്പെടണം, നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. എന്താണ് കേരള സമൂഹം എന്ന് പറയുന്നത്? മഹാനായ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പുവും അതുപോലെ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഞങ്ങളുടെ വനിതാ നേതാക്കന്മാർ, സഹാവ് ഗൗരിയമ്മ തന്നെ ഗൗരിയമ്മയുടെ ഒരു ജീവിത കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ലാത്തിക്ക് കുട്ടികളെ പ്രസവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എത്ര കുട്ടികളെ പ്രസവിച്ചെന്ന്. മനസ്സിലായി കാണുമല്ലോ സഹാവ് ഗൗരിയമ്മ അനുഭവിച്ചിട്ടുള്ള അവരുടെ ഒരു ജീവിതത്തിൽ അവർ എന്തിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടിയാണോ? സഹാവ് സുശീല ഗോപാലൻ ഏത് കമ്മിറ്റികളിൽ പോയാലും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ. സഹാവ് ജെ ശാരദാമ്മ, നിങ്ങൾക്ക് തന്നെ അറിയാം, 50 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ തൻ്റെ 4ാമത്തെ മകനെ പ്രസവിച്ചുകൊണ്ട് അവന് ജയിൽകുമാർ എന്ന് പേരിട്ടുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ സ്ത്രീകൾ വരുന്നതിന്, അഭിപ്രായം പറയുന്നതിന്, അന്തസ്സോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളവർ. സഹാവ് കരിവള്ളൂർ ദേവയാനി, അവരുടെ കണ്ണീരും കിനാവും എന്നുള്ള പുസ്തകം ഇപ്പം മിക്കവാറും എല്ലായിടത്തും കിട്ടുന്നു, വാങ്ങിച്ചെന്ന് വായിക്കണം. ഒരു കരച്ചിലോടെ ഒരു 4-5 തവണ മടക്കി വെച്ചിട്ട് നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ. അവർ ആ ദേവയാനി സാറിനെ പക്ഷെ ഇപ്പോൾ ഇല്ല, കരിവള്ളൂർ മുരളി സാറിൻ്റെ അമ്മയാണ്. ഒരു സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കൂട്ടുന്നുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ വീട്ടിലൊന്ന് പോകണം. സഹാവിൻ്റെ ആ ഒരു നമ്മളൊക്കെ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ ഒരു സെറ്റ്. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആ സഖാവ് ദേവയാനി എന്ന് പറയുന്ന സഖാവ് എല്ലാവരും ആട്ടപ്പെട്ടപ്പെട്ട് ഒരു നല്ല കത്തിക്കാളുന്ന വെയിലത്ത് ഒരു പശുവിൻ തൊഴുത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗം അതിൽ പറയുന്നുണ്ട്. നമ്മളങ്ങ് കരഞ്ഞ് വല്ലാതായിപ്പോൾ എനിക്ക് വായിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ നെഞ്ചൊക്കെ ഒരു ശ്വാസമൊക്കെ ഒരുമാതിരി വന്നു. അപ്പോൾ അതുവഴി പോയൊരു പയ്യൻ വന്നിട്ട് പശുവിൻ്റെ അവിടെ തൊഴുത്തിൽ വെച്ചിരുന്ന അതിൽ നിന്ന് തുണിയിലെടുത്ത് കൊടുത്ത വെള്ളം വിറ്റിച്ചു. അത് പറയാൻ പോലും കഴിയില്ല, അത്രയ്ക്ക് മനസ്സങ്ങ് നോവും.
കാരണം നമ്മുടെ ഓരോ ധീരരായിട്ടുള്ള സഹാക്കൾ, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അവരുടെയൊന്നും പേരുകളൊന്നും ഒരിടത്തും വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പോരാട്ടങ്ങൾ, അവരുടെ കുടുംബത്തിന് വേണ്ടിയോ അവരുടെ മക്കൾക്ക് വേണ്ടിയോ അവരുടെ തലമുറയ്ക്ക് വേണ്ടിയല്ല. കേരള സമൂഹം ഇന്ന് കാണുന്ന ഈ ഊതിക്കാച്ചിയ പൊന്നുപോലെയുള്ള ഈ കേരള സമൂഹത്തെ, ഈ കേരളത്തിന്റെ നവോത്ഥാനത്തെ, ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന നമ്മുടെ പെൺമക്കളും നമ്മളുമൊക്കെ അടങ്ങുന്ന ഈ പൊതുസമൂഹത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന്, അന്തസ്സോട് ജീവിക്കുന്നതിന്, അഭിമാനബോധത്തോട് ജീവിക്കുന്നതിന്, തൊഴിലിടങ്ങളിൽ പോകുന്നതിന്, അവിടെ വേണ്ടുന്ന സംരക്ഷണം കിട്ടുന്നതിന്, ഇന്ന് ജോലിയെടുത്ത് പോകുന്നവരും എല്ലാ തരത്തിലുള്ള തൊഴിൽ സംരക്ഷണം നേടുന്നവരും അതിനെതിരെ കേന്ദ്രത്തിലെ അധികാരി വർഗം നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളെ കവർന്നുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിശക്തമായിട്ട് 48 മണിക്കൂർ നീണ്ടുനിന്ന സമരമടക്കം നടത്തിക്കൊണ്ട് നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്ന ഈ പൊതുസമൂഹം. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലായിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടണം. നമ്മളെങ്ങനെ നമ്മളായി നമ്മൾ അറിയേണ്ടതാണ്. ഞാൻ അത് സഹാവ് ദേവയാനി സഖാവിൻ്റെയും സഹാവ് ജി ശാരദാമ്മ സഖാവ് എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ കുടുംബം പോലെയാണ്. ഞാൻ എന്നും ബന്ധപ്പെടുന്ന ആ വീട്. സഹാവിൻ്റെ മൂത്ത മകൾ സഹാവ് ജയശ്രീ എന്ന് മംഗളാസൂസിൻ്റെ ചാല ഏരിയയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കും. സഹാവിൻ്റെ മകനെയൊക്കെ നിങ്ങൾക്കറിയാം, സഖാവ് ജിൽകുമാർ സഖാവ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച സഹാക്കന്മാർ നേടിയെടുത്ത ഒരു ഊർജ്ജം, നമ്മൾ ഈ പറയാതെ പോയിട്ടുള്ള ഒട്ടനവധി സമര നായകരുണ്ട്, നവോത്ഥാന നായകരുണ്ട്. അവരാകെ തന്നെ നേടിയെടുത്തുള്ള നേട്ടമാണ് ഈ കേരളം ഇന്നിങ്ങനെ പരുവപ്പെടുത്തിയെടുത്തിയത്. സാമൂഹ്യ കേരളം, വികസന കേരളം, ഇന്ന് ഈ അനുഭവിക്കുന്ന കേരളം. ആ കേരളത്തെയാണ് ഓരോ നയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഓരോ തത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ പഴമയിലിട്ട് കൊണ്ടുപോകാനും സ്ത്രീയെ അകത്തോട്ട് തളച്ചിടാനും, അതെല്ലാ മേഖലയിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് നവോത്ഥാനത്തിൻ്റെ മേൽ മാത്രമുള്ള പിടുത്തമല്ല. കാർഷിക മേഖലയിലുണ്ട്, പൊതുവിതരണ രംഗത്തുണ്ട്, പൊതുമേഖലയിലുണ്ട്, പൊതുസമ്പത്തിൻ്റെ മേഖലയുണ്ട്, സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നവരിലുണ്ട്. ഇരയ്ക്കല്ല സംരക്ഷണം കൊടുക്കുന്നത്, കുറ്റവാളിക്കാണ് സംരക്ഷണം കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ എണ്ണിയാലൊടുങ്ങാത്ത സമര പോരാട്ടങ്ങൾ. ഇതിൽ ഈ നവലിബറൽ നയത്തെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പഴയപടി തന്നെ രാഷ്ട്രീയം നമ്മൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടണം, സാംസ്കാരിക മേഖലയിൽ ചർച്ച ചെയ്യപ്പെടണം, നമ്മുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യപ്പെടണം. 5 പേര് കൂടുതലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളോട് പറയണം, നമ്മുടെ പൊതുസമൂഹത്തോട് പറയണം. എല്ലായിടങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾ വരുത്തിക്കൊണ്ട് പഴയ കേരളത്തെ സംബന്ധിച്ചും ഇന്നത്തെ സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചും ആ സാംസ്കാരിക കേരളത്തിൽ ഓരോ നയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, പശു പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ തൊട്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ പെൺമക്കൾ, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തെ ആ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ സമൂഹമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയും. അതിനുള്ള ഒരു നല്ല ചുവടുവയ്പ്പാണ് NGO യൂണിയൻ്റെ ഈ സമ്മേളനത്തോടുകൂടി നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് വീണ്ടും വീണ്ടും എല്ലായിടങ്ങളിലും എത്തിച്ചുകൊണ്ട് നമ്മുടെ കടമ നമ്മൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.